സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പിക്ക്, കണ്ണുകളടച്ച് ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ പ്രവർത്തിക്കണം. ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം. ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കണം. അതിനെന്ത് വേണമെന്നറിയോ? ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം. ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ അത്ഭുതകരമായൊരു ദൈവകൃപ സംഭവിക്കട്ടെ. ആഗ്രഹിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ വ്യക്തിയുടെ അവസ്ഥ നമുക്കറിഞ്ഞുകൂടാ. കർത്താവേ, ഈ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥയിൽ അങ്ങ് പ്രവർത്തിക്കണം. ഒരുപക്ഷെ വളരെ വലിയ ഭാരം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ടാവും. നമുക്കറിഞ്ഞുകൂടാ. ഈശോയ്ക്കറിയാം, ഈശോ ഇടപെടും. പക്ഷെ നമ്മുടെ പ്രാർത്ഥന ഈ വ്യക്തിക്ക് ആവശ്യമാണ്. ഈ വ്യക്തിയുടെ ഉള്ളിൽ കാലങ്ങളായിട്ട് കുറേ സങ്കടങ്ങളുണ്ടാവും. ഈ വ്യക്തി ഒരുപക്ഷെ ഇന്ന് കടന്നു പോകുന്നത് മറ്റാർക്കും മനസ്സിലാകാത്ത വണ്ണം വലിയ ഞെരുക്കത്തിലായിരിക്കും. വീട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ജോലി മേഖലയിൽ തടസ്സമുണ്ടാവും. ചിലപ്പോൾ ചില രോഗങ്ങൾ വന്നതിന് ശേഷം വലിയ വീർപ്പുമുട്ടലിലും ഞെരുക്കത്തിലുമാണ്. ചിലപ്പോൾ ചില ആളുകൾ ഈ ആളോട് ചില കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ഈ വ്യക്തിയിൽ വലിയ ദുഃഖം ഉണ്ടാവും. കർത്താവേ, അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഈ വ്യക്തിയെ സ്പർശിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കണ്ണടച്ചോളൂ. കർത്താവേ, ഇവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ നിയോഗങ്ങളിലും ഞങ്ങളുടെ വീട്ടിലും കർത്താവേ അങ്ങ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ആ വലിയ ആഗ്രഹത്തോടുകൂടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൈകൾ കൂപ്പി, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കണ്ണു തുറന്ന് കരങ്ങൾ കൂപ്പി ഉച്ചത്തിൽ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 2-ാം അധ്യായം 13-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് പോൾസ് ലെറ്റർ ടു തെസ്സലോനിക്കൻസ്, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം. 2-ാം അധ്യായം 13-ാം തിരുവചനം, ചാപ്റ്റർ 2. വായിച്ചേ. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിന്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. കണ്ടോ, യഥാർത്ഥ ദൈവവചനമായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യർ പറയുന്നൊരു കാര്യമല്ലെന്ന്. ഇത് വായിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യതാ. വചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത് ഇത് മനുഷ്യർ പറയുന്നൊരു കാര്യമായിട്ടല്ല, മറിച്ച് ദൈവം കൃത്യമായി നിന്നോട് സംസാരിക്കുന്നൊരു കാര്യം. ഓരോ വ്യക്തിയോടും കൃത്യമായി നിന്റെ ജീവിതത്തിൽ നിന്നോട് സംസാരിക്കുന്നൊരു കാര്യം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ്ലീഹായുടെ ഒരു ലേഖനം, പത്രോസ്ലീഹായുടെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ഉം 21-ഉം തിരുവചനം ഒന്ന് വായിച്ചാലോ. 2 Peter chapter 1 verse 20 and 21, 20-ഉം 21-ഉം തിരുവചനം വായിച്ചാലോ. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ
ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്നിട്ട് അടുത്ത വചനം, എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ സഹോദരങ്ങൾ, ഇത് അങ്ങോട്ട് വിശ്വസിച്ചോണം കേട്ടോ. ഇത് മനുഷ്യര് കണ്ടുപിടിച്ചൊരു കാര്യമല്ലെന്ന്, നമുക്ക് തോന്നുന്നത് പോലെ വ്യാഖ്യാനിച്ചുകൊണ്ട് പോകാനുള്ളതല്ല, മറിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിൽ കൃത്യം വ്യക്തമായി ദൈവം ഇടപെടുന്നതാണ്. ദൈവം ഇടപെടുന്നതാണ്. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതാണെന്ന്, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതാണ്. ഹല്ലേലൂയാ. ഞാൻ ഈ പോട്ടാശ്രമത്തിൽ വരുന്നതിന് മുമ്പ് 8 വർഷത്തോളം ഡൽഹിയിലുള്ള ധ്യാന മന്ദിരത്തിലായിരുന്നു. അവിടെ വെച്ച് ഒരു സംഭവത്തോട് ബന്ധപ്പെട്ട് ഭയങ്കര മാനസികമായ പിരിമുറുക്കം, എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ഭാരം, വല്ലാത്ത ഭാരം. എന്താന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിഞ്ഞുകൂടാ. വിശുദ്ധ ഗ്രന്ഥം എടുത്ത് ഞാൻ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇനി ഞാൻ എന്നതാ ചെയ്യേണ്ടത്? ഈ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ എന്താ ചെയ്യേണ്ടത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 3, 4, 5 തിരുവചനം നമുക്ക് പരിചിതമായൊരു വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വചനത്തിൽ എനിക്കുള്ള ഉത്തരമുണ്ടായിരുന്നു. 3 മുതൽ ഒന്ന് വായിച്ചേ. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. 5-ാം വചനം, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഒറ്റ വചനം, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഞാനിങ്ങനെ മാനസിക സമ്മർദ്ദത്തിൽ അസ്വസ്ഥതയിൽ കഴിയുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് ഇതേ ഒരു വചനം, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. എൻ്റെ ഇരുട്ടിൽ, എൻ്റെ മാനസിക സമ്മർദ്ദത്തിൽ, എൻ്റെ പ്രശ്നത്തിൽ ദേ വെളിച്ചം. എന്നിട്ട് അടുത്ത വചനം എന്താണെന്നറിയോ? അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കൃത്യമായ ഒരു ഉത്തരം കിട്ടി. ഇപ്പോൾ അനുഭവിക്കുന്ന ഈ മാനസിക സമ്മർദ്ദം, ഇതിന് ഒരിക്കലും എന്നെ കീഴടക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിച്ചമുണ്ട്. ഞാനിത് പറയുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനം ഇത് നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് സമ്മാനിച്ചിരിക്കുന്ന ഒന്നാണ്. ഇത് വെറുതെ വായിച്ചു പോകാനല്ല, നിന്നെ മാന്യനാക്കാൻ. എങ്ങനെ തകർന്നു പോകേണ്ട അവസ്ഥയിലുള്ള വ്യക്തിയാണ്, എങ്ങനെ തകർന്നു പോകേണ്ടതാ. പക്ഷെ നിന്നെ കർത്താവ് പിടിച്ചു നിർത്തുന്നതിൻ്റെ മർമ്മം എന്ന് പറഞ്ഞാൽ ഈ വചനം നൽകുന്ന ബലമാണ്. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ പുസ്തകം 2-ാം പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം, സെന്റ് പോൾസ് ലെറ്റർ ടു തിമോത്തിയോസിന് എഴുതിയ പുസ്തകം 2-ാം പുസ്തകം 3-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനം ഒന്ന് വായിച്ചാൽ നമ്മൾ പ്രായോഗികമായി ശീലിക്കേണ്ട ഒരു കാര്യം വചനം പഠിപ്പിക്കും. ഒന്ന് വായിച്ചാലോ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. കണ്ടോ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചേ, ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് ചെറുപ്പകാലം മുതൽ കൊടുക്കേണ്ടത് ഏതാ? വചനം കൊടുക്കണം. ചെറുപ്പകാലം മുതൽ നിങ്ങൾ സമ്മാനിക്കേണ്ടത് വചനമാണ്. അല്ലാതെ മകനെ പഠിപ്പിച്ച് മകളെ പഠിപ്പിച്ച് ഇന്നതാക്കി അങ്ങനെതാക്കി. അടിസ്ഥാനം ലോകത്തിൻ്റെ അറിവല്ല, വിശുദ്ധ ഗ്രന്ഥം. വീട്ടിൽ കുഞ്ഞുങ്ങളെ ചെറുപ്പകാലം മുതൽ ഇത് പഠിപ്പിക്കണം. അല്ലാതെ ഒരു പ്രായം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അവർക്കിത് മനസ്സിലാകത്തില്ല. ചെറുപ്പകാലം മുതൽ, ബാല്യകാലം മുതൽ ഈ പറഞ്ഞ മേഖല മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിൽ വീഴ്ച വന്നാൽ
മാതാപിതാക്കളെ പിന്നീട് കരയേണ്ടി വരും. ഒരു പക്ഷേ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ മക്കൾക്ക് ചെറുപ്പകാലം മുതൽ ഈ പറഞ്ഞ ശിക്ഷണം കിട്ടാത്തത് കൊണ്ടല്ലേ. വചനം ചെറുപ്പകാലം മുതൽ കൊടുക്കണം. അടുത്ത വചനം ഒന്ന് വായിച്ചേ, 16-ാം തിരുവചനം. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. കണ്ടോ വചനത്തിന്റെ പ്രത്യേകത. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, ഒരു വ്യക്തിയെ മാന്യയാക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ്. നിനക്ക് ഒരുപക്ഷെ വലിയ ഡോക്ടറേറ്റും ഡിഗ്രികളും ഉണ്ടാവും. നീ ഒരുപക്ഷെ ഒത്തിരി സമ്പാദിച്ചു കൂട്ടി ബാങ്ക് ബാലൻസ് ഉണ്ടാവും. നിനക്ക് ഒരുപക്ഷെ ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങൾ നീ സ്വന്തമാക്കിയിട്ടുണ്ടാവും. എന്നാൽ അടിസ്ഥാനപരമായി നിന്റെ മാന്യത അളക്കുന്നത് ഈ ഭൗതിക വസ്തുക്കൾ വെച്ചല്ല, മറിച്ച് നിനക്ക് വിശുദ്ധ ഗ്രന്ഥത്തോട് എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. സ്വരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം മാന്യയാകാൻ നിന്നെ ക്ഷണിക്കുമ്പോൾ നീ വചനത്തോട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട 4 കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ കാര്യം, അതായത് നിന്റെ ഹൃദയത്തെ ഈ വചനം സ്വീകരിക്കുന്നതിനു വേണ്ടി നീ ഒരുക്കണം. പ്രിപ്പയർ യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തെ നീ ഒരുക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനം 51:10, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 51 വേഴ്സ് 10. ഏതാ വചനം? നമുക്കറിയാവുന്നൊരു വചനമാണ്. സങ്കീർത്തനം 51:10. ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ഹല്ലേലൂയാ. നമ്മുടെ ഹൃദയം നമ്മൾ ഒരുക്കണമെന്ന്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, നമ്മൾ ഈ നോമ്പിന്റെ ഒക്കെ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന നിർമ്മലമായ ഹൃദയം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്പസാരിക്കുന്നത്, അനുതാപം, ക്ഷമിക്കുന്നത്, ക്ഷമ ചോദിക്കുന്നത്. ഇതെല്ലാം ഈ നിർമ്മലമായ ഹൃദയം വർദ്ധിപ്പിക്കുന്നത്. നിർമ്മലമായ ഒരു ഹൃദയമാണ് വചനം സ്വീകരിക്കുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ലൂക്കാസ് വിശേഷം 8-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനത്തിൽ പറയുന്നു, നല്ല നിലത്താണ് ഈ വിത്ത് വീഴേണ്ടത്. ഹൃദയം ഒരുക്കപ്പെട്ടു. ഇനി രണ്ടാമത്തെ കാര്യം, നല്ല നിലം, ബി ലൈക്ക് ഗുഡ് സോയിൽ. നല്ല നിലത്ത് വേണം ഇത് ഒരുക്കപ്പെടാൻ. ലൂക്കാസ് വിശേഷം 8-ാം അധ്യായം 15-ാം തിരുവചനം ഒന്ന് വായിച്ചേ, 8:15. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. നല്ല നിലത്ത് വീണതോ, കണ്ടോ, നല്ല നിലത്ത് വീഴണം. ഈ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അതനുസരിച്ച് ഒരുക്കണമെന്ന്. നല്ല നിലത്ത് വീഴുന്നത്, പ്രൈസ് ദി ലോർഡ്, സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാവോ? വചന വായനയ്ക്ക് മുമ്പ് തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 119 അതിൻ്റെ 18-ാം തിരുവചനം, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 119. സങ്കീർത്തനം 119 വചനം 18. 19-ന്റെ തിരുവചനം വായിച്ചാലോ? അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. കണ്ടോ, ഇതാ സങ്കീർത്തകൻ നമ്മളുടെ മുമ്പിൽ ഒരു വലിയ കാര്യം വയ്ക്കുക. നീ എന്ത് ചെയ്യണം? നീ വചനം വായിക്കുന്നതിന് മുമ്പായി നീ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാലാമത്തെ കാര്യം, റിസീവ് വിത്ത് മീക്ക്നെസ് എന്ന് പറയും. ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം തിരുവചനം ഒന്ന് വായിച്ചേ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം, ബുക്ക് ഓഫ് ജെയിംസ്. യാക്കോബ് ശ്ലീഹ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. 1-ാം അധ്യായം നമുക്കൊന്ന് വായിച്ചാലോ? 1-ാം അധ്യായം അതിന് 21-ാം തിരുവചനം വായിച്ചേ. ആകയാൽ
എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ. റിസീവ് വിത്ത് മീക്ക്നെസ്. വിനയപൂർവ്വം സ്വീകരിക്കണം, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് യേശയ്യാ പ്രവചനം 66:2 കാണാതറിയാവുന്ന വചനമായിരിക്കും. ഒച്ചത്തിൽ പറഞ്ഞ് ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 66 വേർഡ്സ് 2. ഏതാ വചനം? വചനം വായിക്കുന്നവന്റെ പ്രത്യേകത വായിച്ചേ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ആത്മാവിൽ എളിമ പറഞ്ഞേ. എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അവസ്ഥ അംഗീകരിക്കണം. നമ്മൾ ആരും അല്ലെന്ന്. നമ്മളെയൊക്കെ വിചാരം ചിലപ്പോൾ നമ്മൾ എന്തോ സംഭവമാണ്. നമ്മൾ ഒന്നുമല്ല. എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം, എളിമപ്പെട്ട് വചനം വായിക്കണം, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ. ആത്മാവിൽ എളിമയും അനുതാപം. അനുതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാപിയാണേ എന്നുള്ള അക്സെപ്റ്റൻസ്. ഐ ആം നോട്ട് ഓക്കെ. നമ്മുടെ പലരുടെയും ചിന്ത എന്താ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. മറ്റുള്ളവരാണ് പ്രശ്നക്കാരെന്ന് ചിന്തിക്കുന്ന നിന്റെ ചിന്തയെ മാറ്റിയിട്ട് നമ്മൾ തന്നെ പറയണം, യെസ് ഐ ആം നോട്ട് ഓക്കെ, എനിക്കാണ് കുറവ്. ഇത് നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും അവിടുത്തെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ദൈവം കടാക്ഷിക്കുന്നത്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ നിന്നെ കർത്താവ് ഒരു മാന്യനാക്കാൻ ക്ഷണിക്കുകയാണ്. നിന്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും, എത്ര തകർന്നൊരിഞ്ഞു പോയ, എത്ര നാണം കെട്ട അവസ്ഥയിലാണെങ്കിലും നിന്നെ കർത്താവ് വീണ്ടും ഒന്ന് പുനരുദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ചോളൂ. ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലര് ഒരുപക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്നവരാവും. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട അവസ്ഥയിലൂടെ ജീവിക്കേണ്ടതുണ്ടാവും. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ ചില അപവാദങ്ങളും ഭാരങ്ങളും നിനക്കുണ്ടാവും. നമ്മൾ ജനിച്ച വീടിനോട് ബന്ധപ്പെട്ട് ചില ഭാരങ്ങൾ നമുക്കുണ്ടാവും. നാട്ടുകാരുടെ മുമ്പിൽ എപ്പോഴും കളിയാക്കലിന് മാത്രം വിധേയമായ ഒരു കുടുംബമായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും വ്യക്തികൾ മൂലം നമ്മുടെ കുടുംബത്തിൽ ഒരു ഭാരമുണ്ടാകും. ഒരുപക്ഷെ ഞാൻ ഈ കുടുംബത്തിൽ ജനിച്ചല്ലോ, ഞാനും നന്നാവില്ല എന്ന് നിന്റെ ഉള്ളിൽ ചിന്തയുണ്ടാവും. ഇതാ കർത്താവ് പറയുന്നു, നിന്നെ മാന്യയാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. പൗലോസും സീലാസും നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന പാഠമാണ്. നിന്റെ ജീവിതത്തിൽ നീ വചനം സ്വീകരിക്കാൻ തുടങ്ങുന്നതനുസരിച്ച്, വചനം നിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതനുസരിച്ച് നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. നിന്നെ കർത്താവ് ഒരു ഉയർന്ന സ്ഥലത്തേക്ക് മാന്യനാക്കി മാറ്റും. മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്കൊരു അംഗീകാരം കിട്ടത്തക്ക തരത്തിൽ കർത്താവ് നിന്നെ ഉയർത്തും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. നഷ്ടപ്പെട്ടതിന് ഓർക്കേണ്ട, ഭാരപ്പെടേണ്ട, മറിച്ച് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഈശോയെന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. നാവ് തുറന്നൊന്ന് സ്തുതിച്ചേ. ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ചേ. ഈശോയെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയിൽ കർത്താവെ ഞങ്ങളെ ഉയർത്തണമേ. ഞങ്ങൾക്കൊരു ജനനം വേണം, ഞങ്ങൾക്കൊരു അഭിഷേകം വേണം, ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പ് വേണം. കർത്താവ് ഞങ്ങളിൽ സംഭവിക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റട്ടെ. ഒരു പുത്തൻ അഭിഷേകം ഞങ്ങളിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നില്ല. എനിക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്തുകൊണ്ടല്ല, മറിച്ച് ഞാൻ നേടാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാൻ കർത്താവെ നന്ദി പറയുന്നു. കാരണം എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യയാക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹം കർത്താവെ ഞങ്ങൾ സ്വീകരിക്കുന്നു. കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വലത് കരം അൾത്താരയിലേക്ക് നീട്ടി ഇടത് കരം നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ച്. വലത് കരം അൾത്താരയിലേക്ക് നീട്ടിപ്പിടിക്കുക, ഇടത് കരം നെഞ്ചോട് ചേർത്ത് കണ്ണടയ്ക്കുക. ഈ നീട്ടിപ്പിടിച്ച കരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ ഒരുപക്ഷെ നിങ്ങളുടെ നിലവാരം താഴ്ത്തുന്നതിന് ശ്രമിക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മെച്ചപ്പെടാൻ, അല്പം കൂടെ ഉയർന്ന ജീവിത രീതികളിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങളെ തടയുന്ന ചില വ്യക്തികളുണ്ടാവും. ഒരുപക്ഷെ അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും, ഒരുപക്ഷെ നമ്മുടെ സൗഹൃദ വലയങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞാൽ ചില പാപകരമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നവർ, ചില തിന്മയുടെ വഴിയിലേക്ക് നയിക്കുന്ന മേഖലകൾ. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നിനക്കറിയാം ഇത് ശരിയല്ല എന്നറിയാമെങ്കിലും എന്താണെന്നറിഞ്ഞുകൂടെ എപ്പോഴും ആ വ്യക്തികളോടുകൂടെ കൂട്ടുകൂടുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ നിന്റെ ജീവിതത്തിൽ പുറകോട്ട് വലിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, ആ വ്യക്തികളെ കർത്താവിന് സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ചില ഓർമ്മകൾ നിന്റെ ഉള്ളിലുണ്ടാവും, ചില ഓർമ്മകൾ. കർത്താവ് ഇപ്പോൾ ഈ അൾത്താരയിലേക്ക് ആ ഓർമ്മകളെ സമർപ്പിക്കുകയാണ്. ഇന്നലകളിലുണ്ടായ ചില സംഭവങ്ങൾ ഉണ്ടാവും, അത് സമർപ്പിക്കുക. കയ്യിൽ കർത്താവെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു ഈ സംഭവങ്ങൾ. എപ്പോഴും എന്നെ പുറകോട്ട് വലിക്കുന്ന സംഭവങ്ങൾ, എപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് കഴിവില്ല, ഗുണമില്ല, ഞാൻ ഇങ്ങനെയാണ് എന്നിങ്ങനെ തോന്നിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ കിടക്കുന്നുണ്ടാവും. അതൊരു പക്ഷേ വീട്ടിൽ നിന്ന് കിട്ടിയതാവും, ചിലപ്പോൾ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവും, ചിലപ്പോൾ ജീവിത പശ്ചാത്തലത്തിൽ ഇങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെ തന്നെയാണല്ലോ, ഞാൻ നശിച്ചൊരാളാണെന്നൊക്കെ ചിന്തിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ തലയ്ക്കകത്ത് കിടപ്പുണ്ടാവും. നമുക്കുണ്ടായ ചില വീഴ്ചകൾ, ചില പരാജയങ്ങൾ, ചില തെറ്റായ തീരുമാനങ്ങൾ, ചില പാപ വഴികൾ. കർത്താവെ ഇതൊക്കെ സംഭവിച്ചു, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു ഈ സംഭവിച്ചതെല്ലാം അങ്ങ് അനുഗ്രഹമാക്കി മാറ്റുന്നു. എന്നെ മാന്യയാക്കാൻ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നു. ആഗ്രഹത്തോട് ചേർത്ത് വെക്കുന്നു. കർത്താവെ വിശുദ്ധീകരിക്കണം, കർത്താവെ അങ്ങയുടെ ശക്തി എൻ്റെ മേൽ നിറയണം. ആ വലതുകരം അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് എന്താണ് നിന്റെ ഭാരം, എന്താണ് നിന്റെ സങ്കടം, ആ സങ്കടത്തിൽ കർത്താവ് ഇടപെടുന്നു. വിശ്വസിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഓ കർത്താവ്, ഞങ്ങളിതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടട്ടെ, ഒരു പുതിയ അഭിഷേകം നടപെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന ആരാധന. മാനസിക ദുഃഖമുള്ള അനേകരെ കർത്താവ് ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്റെ മാനസിക ദുഃഖത്തിൽ കർത്താവ് ഇടപെടുന്നു. കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഓർത്തോർത്ത് ദുഃഖിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് കർത്താവ് നിനക്ക് വിടുതൽ നൽകുന്നു. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. ഉറക്കം കിട്ടാതെ, രാത്രിയിൽ ഉറക്കം കിട്ടാതെ വളരെ കഷ്ടപ്പെടുന്ന, ഭാരപ്പെടുന്ന വ്യക്തികളെ കർത്താവ് നല്ല ഉറക്കം നൽകി അനുഗ്രഹിക്കുന്നു. കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, എന്നെ അനുഗ്രഹിക്കുന്നതിന് നന്ദി. കരങ്ങൾ കൂപ്പി ഈശ്വരാശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യ